അല്ല ഞാൻ ഇപ്പൊ ജീവിച്ചു നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഇതൊന്നും തിന്നോണ്ടല്ല ഇതൊന്നും ഉണ്ടാകുന്നത്. അല്ല എൻ്റെ നിങ്ങൾ ഇത് കാണും. ഞങ്ങൾക്ക് ഫിൽറ്റർ ഇല്ല, മേക്കപ്പ് ഇല്ല, ലിപ്സ്റ്റിക് ഇല്ല. നല്ല സൂപ്പർ സാധനമാണ്. അപ്പോൾ ഒരു മീൻ ബിരിയാണിയാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ. ഓക്കെ, അത് കണ്ടാൽ കുടിക്കും, അത് എവിടെ കണ്ടാലും കുടിക്കും. നമ്മൾ അരീക്കോട് റൂട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മഞ്ചേരി നിന്ന് അരീക്കോട് റൂട്ടിൽ പോകുമ്പോൾ അവിടെ തീ ഓഫ് ആക്കണേ. അപ്പോൾ മാഷാല്ലാ. അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ട എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ കൊച്ചി യൂട്യൂബ് ചാനലിൽ സ്വാഗതം. അപ്പം മുത്തുമണികളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോസ് ചെറിയൊരു കുഞ്ഞു വ്ളോഗാണ്. അബ്ദുൽ കരീം വ്ളോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റൊക്കെ ചെയ്യുക. എല്ലാവരും വിശേഷങ്ങൾ അറിയിക്കുക, ഇഷ്ടങ്ങൾ പങ്കുവെക്കുക. പിന്നെ പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ സ്കിപ്പ് ചെയ്ത കാണുക മുത്തുമണികളെ. അപ്പോഴാണ് നിങ്ങളുടെ കാഴ്ചയിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണം കിട്ടുള്ളൂ. പിന്നെ നിങ്ങളുടെ ഇഷ്ടങ്ങളൊക്കെ പങ്കുവെക്കുക. എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾക്ക് പറയാൻ നമുക്ക് പരിഹരിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി വെക്കുക. എന്താ ബേബി കഷ്ണമീനും എന്താണത്? ചെറുപയറും പിന്നെന്താണ് ചെറിയരിയും അല്ലേ? പാലുണ്ടോ? തേങ്ങാപ്പാലും അല്ലേ? ബേബിൻ്റെ ഫുഡ്. പക്ഷേ ഞാൻ ഇതിൻ്റെ കൂടി ഫുഡാട്ടെ. പിന്നെ ഹോർലിക്സ്, ബൂസ്റ്റ്. യെസ്, ബൂസ്റ്റ്. അപ്പോൾ ബേബിൻ്റെ ഇന്നത്തെ ഫുഡുകളാണത്. അപ്പോൾ ഞങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. ബേബി രാവിലെ ഫുഡ് കഴിക്കണം. ഞാൻ രാവിലെ ബൈക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയിരുന്നു. പിന്നെ ബൈക്ക് സർവീസ് ചെയ്തു. അപ്പോൾ ഇതിന് സ്റ്റാർട്ടായി കിട്ടില്ല. അങ്ങനെ കുറേ താമസമായി വീട്ടിൽ എത്താം. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ്, കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടി കഴുകാട്ട് വന്ന സമയത്ത് ഒരു വലിയ 16 മീനുകളെ കണ്ടിട്ടു, കേതൽ. അപ്പോൾ ഒന്നും നോക്കിയില്ല, ഒരെണ്ണം മേടിച്ചു. അപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ തരാമെന്ന് പറഞ്ഞപ്പോൾ നല്ലൊരു മീൻ വാങ്ങിച്ചിട്ടു. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി മീൻ ബിരിയാണി നോക്കാം. അപ്പോൾ നല്ല അടിച്ചപൊളി മീനാണ് കേട്ടോ. കട്ടിയതപ്പോൾ കുഴപ്പമൊന്നുമില്ല, സൂപ്പർ മീനാണ്. അപ്പോൾ നമുക്ക് ഒന്നും നോക്കിയില്ല, ഞാനങ്ങ് വാങ്ങിച്ചു. അപ്പം കുറച്ച് തറവാട്ടിലും കൊടുക്കാമല്ലോ, അവർക്കും കഴിക്കാമല്ലോ. അപ്പോൾ നമ്മൾ 2-3 ദിവസം നമുക്ക് കൂട്ടാനും കിട്ടും. അടിപൊളി സാധനം, ഒന്നും നോക്കില്ല. യെസ് ഗൈസ്, നല്ല പേതൽ കിട്ടി. നല്ല ഫുൾ മീൻ പേതൽ നമ്മൾ വാങ്ങിയിരുന്നു. അപ്പോൾ ആ മീൻ കട്ട് ചെയ്ത് കണ്ട് മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഉള്ളി പൊരിക്കുന്നുണ്ട്. മീൻ ഇത് അവിടെ പൊരിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നത്തെ പരിപാടി നല്ല മീൻ ബിരിയാണിക്കുള്ള ചാൻസ് കൊണ്ട് മല്ലിച്ചപ്പ കൊണ്ടുവരാൻ പറയുന്നത് കൊടുന്നു. അപ്പോൾ തൈര് കൊടുത്തിട്ടില്ലല്ലേ? ഉണ്ടോ? യെസ് മുത്തുമണികൾ, ഇന്നലെ ഒരു 3.5 കിലോൻ്റെ പേതൽ വാങ്ങിയത് ഞാൻ. അപ്പോൾ ആ പേതൽ നമ്മൾ മസാല ഒക്കെ കേട്ടോ അവിടെ പൊരിച്ചിട്ട്. അപ്പോൾ അതിക്കുള്ള മസാല ഇവിടെ സെറ്റാക്കിക്കണ്. തക്കാളി, സബോള, ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട്, മീൻ മസാല ഒക്കെ ഇട്ട്, ഗരം മസാല ഒക്കെ ഇട്ട് മസാല റെഡിയാക്കിക്കണ്. അപ്പോൾ മീനിങ്ങനെ പൊരിച്ചെടുക്കാം കേട്ടോ. മീനും പൊരിക്കുന്നുണ്ട്, ഇവിടെ ഉള്ളി പൊരിക്കുന്നുണ്ട്. അപ്പോൾ എന്നാൽ നമുക്കൊരു സ്പെഷ്യൽ ബിരിയാണി, നമുക്ക് തിന്നാൻ പറ്റുന്ന ബിരിയാണി കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. പേതൽ നല്ല പേതലാണ് കേട്ടോ. ഒക്കെ പൊരിച്ച് നല്ല സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളത് ആ മസാലയാണ് ഇവിടെ ഉള്ളത്. മസാലയ്ക്കാണ് ആഡ് ചെയ്യും. അപ്പോൾ മസാലയ്ക്ക് മീൻ ആഡ് ചെയ്യാം. ഓക്കെ. പിന്നെ അതിക്ക് വേണ്ട നമ്മളെ ഉള്ളി പൊരിച്ച് വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പവും പുതിനയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. റൈസ് റെഡിയാക്കാനുള്ള വെള്ളം തീ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൂടെ തിളക്കുന്ന കാണാം. മീനിട്ടുണ്ട് കേട്ടോ മസാലയ്ക്ക്. അത് മിക്സാക്കും, വല്ലാതെ ഇളക്കാനും പറ്റില്ല, ഉടയും. അപ്പോൾ ഗൈസ്, ഇത് നമ്മളിങ്ങനെ മിക്സാക്കുന്നില്ല, ഇളക്കി മിക്സാക്കുന്നൊന്നുമില്ല കേട്ടോ. ഇപ്പം അമ്മേൻ്റെ സ്പെഷ്യൽ ബിരിയാണിയാണ്. അപ്പോൾ ഈ മീൻ വാങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഒരു ഇതൊക്കെ ബിരിയാണിക്ക് പറ്റിയ മീനാണല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. അപ്പോൾ അത് ആഗ്രഹം പോലെ ഇവിടെ നടക്കാൻ പോകണമെന്ന്. അപ്പോൾ അത് മിക്സാക്കാതെയാണ് ഇങ്ങനെ ദമ്മിടാൻ പോകണ്ടോ. ഗൈസ്, ചോറ് ഇതാ തിളച്ച് ഊറ്റി ദമ്മിടൽ തുടങ്ങി കേട്ടോ. അപ്പോൾ ഞാനവിടെ ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു, എഡിറ്റിങ്ങിലായിരുന്നു. അപ്പോൾ അത് മമ്മ സംഗതി ആയപ്പോൾ വേറെ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ മീൻ ബിരിയാണി നല്ല പേതൽ എന്ന് പറയും. കേതൽ എന്ന് പറയും. ശരിക്കും കേതലായിരിക്കും അല്ലേ? ഇല്ലമ്മ, പേതലാ? ഞാൻ രണ്ടും കേട്ടിരുന്നു. കേതൽ ഒരാൾക്കാരും കേട്ടിരുന്നു, പേതൽ ഒരാൾക്കാരും കേട്ടിരുന്നു. അപ്പോൾ ഏതാണ് സംഭവം? അപ്പോൾ ദമ്മായിട്ട് സാധനം നല്ല കുക്കറിൽ ദമ്മാക്കിയിട്ടാണ്. ദമ്മിട്ട് കഴിഞ്ഞു കേട്ടോ. സൈക്കിളും ഉള്ളി പൊരിച്ചതൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ വല്ല നെയ്യോ എണ്ണയൊന്നും വല്ലാതെ ചേർക്കില്ല, വളരെ സിമ്പിളായിട്ട്, മസാല കമ്മി. അപ്പോൾ ബിരിയാണി എല്ലാം ദമ്മിട്ടിട്ട് ഞാൻ നേരെ നമ്മുടെ ചെറിയ അങ്ങാടി മാമ്പഴയിൽ പോയിട്ട് മുടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു. മുടി മുട്ടയടിച്ച് താടിയൊക്കെ ഒന്ന് സെറ്റാക്കാൻ വിചാരിച്ചു. അപ്പോൾ പുതിയൊരു സ്ഥാപനം പുതുതായിട്ട് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളവിടെ ചെന്നിരുന്ന് ഗ്യാപ്പ് കിട്ടി അപ്പോൾ കയറിയിരുന്നു, താടിയൊക്കെ സെറ്റാക്കി, ഫേസിലൊക്കെ ചെയ്തൊന്ന് ചെക്കൻ മുട്ടയടിച്ച് സെറ്റാക്കി.
നല്ല മസാജും കാര്യങ്ങളും ചെയ്ത് തന്ന് അടിപൊളിയായിട്ടുള്ള പണിയാണ് കേട്ടോ. പുതിയ സ്ഥാപനമാണ് നമ്മുടെ നാട്ടിൽ അങ്ങാടിയിൽ ഒരെണ്ണമുണ്ട് നിലവിൽ. പക്ഷേ അതുകൊണ്ടൊന്നും തികയുന്നില്ല, ആളുകൾ പ്രയാസപ്പെടുകയായിരുന്നു. അപ്പോൾ ആ സമയത്താണ് മെച്ചപ്പെട്ട സ്ഥാപനം വന്നത്. അപ്പോൾ നമ്മൾ മാമ്പഴ അങ്ങാടിയിൽ നിന്ന് ബാർബർ ഷോപ്പത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി ഗൈസ്. അപ്പോഴേക്കും അവർ ബിരിയാണി ദമ്മെല്ലാം പൊട്ടിച്ച് സെറ്റാക്കുന്നുണ്ട്. അപ്പോൾ അവർ എല്ലാം പൊട്ടിച്ച് സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ്. പാത്രം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുന്നുണ്ട്. മസാല നമ്മളെ ചിന്ന ഉരുളിയിലേക്ക് മാറ്റുകയാണ്. പേതലെന്ന് പറഞ്ഞാൽ അടിപൊളി പേതലാട്ടോ, സൂപ്പർ പേതലാണ്. കേടുപാടുകളൊന്നുമില്ല, ടേസ്റ്റ് അടിപൊളിയാണ്, ചോയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ബേബീസ് ഫുഡ് കഴിക്കുകയാണ്. അപ്പോൾ അവർ നല്ല സലാഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. തൈരും അതുപോലെ നാരങ്ങയൊന്നും ചെയ്യാതെ നല്ല അടിപൊളി സലാഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഗൈസ് ഇന്നത്തെ സ്പെഷ്യൽ കേട്ടോ, ഞാനുണ്ട് സാമ്പിളൊക്കെ. നല്ല ഫിഷ് ബിരിയാണി കേട്ടോ, അടിച്ചപ്പൊളി ബിരിയാണി. ഉള്ളിയും മുട്ടക്കോസും അല്ലേ. അപ്പം ഇന്നലെ ഫുൾ മീൻ വാങ്ങിയോണ്ട് ഇന്നൊരു ബിരിയാണി വെച്ചു. അത് അടിച്ചപ്പൊളി, നല്ല മീൻ, അടിപൊളി മീനാണ്. ഇത്ര അടിപൊളിയൊന്നും ഞാൻ വിചാരിച്ചില്ല. ഇന്നലെ കുറച്ച് നമ്മൾ പൊരിക്കും ചെയ്തു, തറവാട്ടിക്കും കുറച്ച് കൊടുത്തേച്ചു, മാക്കൂറ്റും. പിന്നെ നമ്മൾ ബിരിയാണി വെച്ചു, 3.5 കിലോ മീൻ. അപ്പോൾ മാഷാല്ലാ അടിപൊളി ബിരിയാണി. അപ്പോൾ ഗൈസ് സെറ്റ്. മസാല അടിപൊളിയാണോ? ഇത് മമ്മാരെ ബിരിയാണി. അപ്പോൾ ഗൈസ് നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെണ്ണോസ് ഇതെന്തൊക്കെയാണ്? ജീരകം, ഏലക്കായ്, പിന്നെന്താ? ചെറു ജീരകം, ഏലക്കായ്, പിന്നെ അത് മതി. പിന്നെ കുക്കറിൽ എന്താണ് ഗൈസ്? എന്താണ് തിളച്ചു കൊണ്ടിരിക്കുന്നത് നോക്കൂ, ശർക്കര പാനിയാണ് കേട്ടോ ഇത്. വന്ന അടിപൊളി പരിപാടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഇന്നത്തെ മറ്റൊരു വെറൈറ്റി എന്താണ് പെണ്ണൂസ് ഉണ്ടാക്കുന്നത് നോക്കാം. 9 നുറുക്ക് വേവിച്ചെടുത്താണ്. അതിനകത്തേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ശർക്കരപ്പാനി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് പെണ്ണൂസിൻ്റെ പ്ലാൻ എന്ന് എനിക്കറിയില്ല, നമുക്ക് ചോദിച്ചാൽ അവളിപ്പോൾ പറഞ്ഞു തരും കേട്ടോ. അതിനെക്കുറിച്ച് എന്താണ് നമ്മൾ പെണ്ണൂസ് തയ്യാറാക്കുന്നത് നോക്കാം. പെണ്ണൂസ് എന്താണ് പരിപാടി? പായസം അല്ലേ. ഇതിക്ക് വേറെന്താ ശരാള്? അപ്പോൾ ഗോതമ്പ് നുറുക്ക് വേവിച്ചു, ശർക്കരപ്പാനി അല്ലേ, ശർക്കരപ്പാനി ഒഴിച്ചു. ഇനി അത് ശർക്കര പിടിക്കോളം നമ്മളിങ്ങനെ കുറച്ച് സമയം വെയിറ്റ് ചെയ്യും. ഓക്കെ, രണ്ടാം പാലിൽ ഗോതമ്പ് വേവിച്ചു. പിന്നെ ചെറിയ നുറുക്കരിയും നുറുക്ക് ഗോതമ്പും, പിന്നെ തേങ്ങാപ്പാൽ രണ്ടാം പാലിൽ വേവിച്ചു. വാ, യെസ്. അപ്പോൾ ഗൈസ് നിങ്ങളെങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നതെന്ന് പറയണേ. ഓക്കെ പറയും. അങ്ങനല്ല, എൻ്റെ ഗൈസ് നിങ്ങളിത് കാണുക, ഇവിടെ അക്രമം നടക്കുന്നുണ്ട് ഗൈസ്. ആ പറയൂ. അപ്പോൾ പെണ്ണുവിൻ്റെ ഒരു സിസ്റ്റങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. വീഡിയോ പിന്നെ പായസത്തിൻ്റെ വീഡിയോസിൻ്റെ ഇങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പായസത്തിൻ്റെ ഇങ്ങനെയാണ്. ഇതിക്ക് ചെറു വേറെ വരിപ്പുണ്ടോ? ഇല്ല, വേറെ ഒന്നും ആഡ് ചെയ്യല്ല. നുറുക്കരി, അതും നുറുക്ക് ഗോതമ്പ്, അതും പിന്നെ രണ്ടാം തേങ്ങാപ്പാലില് കുക്കറിലിട്ട് വേവിച്ച. എന്നിട്ട് കുക്കറിന് എടുത്തിട്ടാണ് ഞാൻ ഈ ചെമ്പട്ടിക്ക് വെച്ചിരുന്നത്. പറഞ്ഞില്ലേ മതി. അല്ല, പിന്നെ ഞാൻ രണ്ടാം പാലിൽ ഇവിടെ കുക്കറിലാക്കി ഇങ്ങോട്ട് വീടെടുക്കാൻ വേണ്ടി ഇവിടെ വെച്ചു. അതും എടുത്തില്ല. യെസ് ഗൈസ്, അതിൻ്റെ ചെറിയൊരു തർക്ക പ്രതിരോധ സിസ്റ്റത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്തോളി. ഓക്കെ, അപ്പോൾ ഞങ്ങൾ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല, ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടില്ല, നമ്മൾ നാച്ചുറലാണ്, ഫിൽറ്റർ ഇല്ല. ഞങ്ങളിതാ പക്കയാണ്, നീ കണ്ടോളൂ. ഞങ്ങൾക്ക് ഫിൽറ്റർ ഇല്ല, മേക്കപ്പ് ഇല്ല, ലിപ്സ്റ്റിക്ക് ഇല്ല, പക്കയാണ് ഞങ്ങളുള്ളത് പക്ക നാച്ചുറൽ. അതാണ് ഞങ്ങളുടെ കലാപരിപാടി. ഉള്ളിനൊന്നും കേടില്ല. മുട്ട നല്ല പളവളങ്ങണ മുട്ട ആണോ, പളവളങ്ങണ മുട്ട അല്ലേ, അതാണ് നമ്മളത് ഉള്ളത് ഒറിജിനൽ. അപ്പോൾ നമ്മളെ സാധനങ്ങൾ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് മീൻ ബിരിയാണി, അത് പറഞ്ഞ ആൾ പറഞ്ഞ മാതിരി ഇന്ന് അങ്ങനെ സംഭവിച്ചാണ്. ഇന്നിങ്ങനെ പ്രതീക്ഷിക്കാതെ, ഞാൻ ഒന്നും വിചാരിച്ചില്ല ഇവിടെ മീൻ ബിരിയാണി ഉണ്ടാവുന്നൊന്നും. അപ്പോൾ അതുകൊണ്ട് മീൻ ബിരിയാണി കഴിക്കാൻ പറ്റി. അപ്പോൾ നമ്മൾ ഈ 3-4 മാസമായിട്ട് ആകെ ഒരു തവണയാണ് ബിരിയാണി കഴിച്ചത്. അപ്പോൾ 2ാം തവണയും കഴിക്കാൻ പറ്റി, സന്തോഷം. അപ്പോൾ നമ്മൾ ഫുൾ ടൈം അങ്ങനെ ബിരിയാണി കഴിക്കില്ല കേട്ടോ, നോർമൽ. അത് നമ്മൾ നവലാരിയാണ് കഴിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കരുത് പിന്നെ വെറും ബിരിയാണിയാണോ, അങ്ങനെ ചിന്തിക്കരുത്. അപ്പോൾ ഇതൊക്കെ സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാക്കുന്ന ഫുഡുകൾ തന്നെയാണ്. അത് ഞങ്ങളിപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് വേറെ എന്തെങ്കിലും നെഗറ്റീവ് പറയാൻ തോന്നും. അപ്പോൾ നിങ്ങൾ ക്ഷമിക്കുക. ഓക്കെ, അത് നമ്മൾ പറഞ്ഞില്ലേ, എന്താണ്? ഏലക്കായ,
പിന്നെ ചെറുജീരകം ചെറുജീരകം പഞ്ചസാരയും പൊടിച്ചത് കുറച്ചുള്ളതുകൊണ്ട് ഞാൻ പഞ്ചസാരയിൽ അടിച്ചു വെച്ചാണ്. അതെ. അപ്പോൾ അത് അളവ് കുറഞ്ഞ ജീരകവും കുറഞ്ഞ ഏലക്കായും പൊടിഞ്ഞു കിട്ടുമല്ലോ. അപ്പോൾ അവൾ പഞ്ചസാരയും കൂട്ടി അടിച്ചു വെച്ചു. അതാണ് അതിൻ്റെ ഒരു സിസ്റ്റം. ഓക്കെ, ഇനി നമ്മൾ അതിനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. അപ്പോൾ സത്യം പറഞ്ഞാലേ എനിക്ക് മധുരങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഞാൻ എല്ലാ മധുരവും കഴിക്കലില്ല. ഞാൻ ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് കരുവാരകുണ്ട് റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ പുന്നക്കാട് ഒരു ചേച്ചി പായസം ഉണ്ടാക്കലുണ്ട്. പായസ കച്ചവടമുണ്ട് അവിടെ. പാലടയുണ്ട്, അടപ്രഥമുണ്ട്, പിന്നെ ചെറുപയർ പരിപ്പ് ഇങ്ങനെ അരിയൊക്കെ കിട്ടുകയാണ്ടൊരു ഗോതമ്പം അല്ല ഒരു അരിപ്പായസം ഉണ്ടാവലുണ്ട്. അതൊക്കെയാണ് ഞാൻ കുടിക്കലുള്ളൂ. അതേമാതിരി ഗോതമ്പ് കുലാവി കണ്ടാൽ കുടിക്കും. അത് എവിടെ കണ്ടാലും കുടിക്കും. നമ്മൾ അരീക്കോട് റൂട്ടിലൊക്കെ സഞ്ചരിക്കുമ്പോൾ മഞ്ചേരിയിൽ നിന്ന് അരീക്കോട് റൂട്ടിൽ പോകുമ്പോൾ അവിടെ ഉണ്ട് ഒരു ഗോതമ്പ് കുലാവി, ഭയങ്കര രസമാണ്. അങ്ങനത്തെ നമ്മൾ കഴിക്കും. അതുപോലെ തന്നെയാണ് അടപ്രഥമനും മറ്റുള്ള സംഗതികൾക്കൊന്നും വലിയ സേമിയ ചില ആൾക്കാർ അരിയൊക്കെ കലക്കിങ്ങാണ്ട് ഒഴിച്ചു അരി കലക്കി പോരല്ലേ? ആവശ്യമില്ല. ഇത് നമ്മൾ അരി ഇട്ടിട്ടില്ലേ, ലൂസാവൂലേ? അപ്പൊ നമ്മൾ കുറച്ച് അധികം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിപ്പോ എന്താ വെച്ചാൽ അത് ബേബി എങ്ങനെയാ ഫ്രിഡ്ജിലിട്ടിട്ട് ബേബിക്ക് ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാം. നാളെയും തന്നെ 3-4 ദിവസം ബേബി അങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് അങ്ങനെ കഴിക്കും. കൂട്ടത്തിൽ ഞാനും അങ്ങനെ കഴിക്കും. ഞങ്ങൾ അങ്ങനെ രസത്തിൽ അങ്ങനെ കഴിക്കും. അതിന് വേണ്ടി കുറച്ച് തോന ഉണ്ടാക്കും. എന്തുണ്ടാക്കാനും കുറച്ച് തോന ഉണ്ടാക്കും. അതാണ് ഞങ്ങൾ അല്ല ആരെങ്കിലും ഇതിനടിക്ക് ഭാഗ്യവന്മാരാരെങ്കിലും വരാനുണ്ടോ? ചങ്കാട് സുഹൃത്തുക്കൾ ഇപ്പൊ ഇതില് ഷോട്ട് ഇട്ടാ മതി. അപ്പൊ ആരോ എന്താ പരിപാടി, എന്താ ഓ ഞങ്ങളിവിടെ ഉണ്ട് മാവേഗത്താനെ അറിയില്ലേ? അങ്ങനത്തെ കുറച്ച് ചങ്കാട്. അതപ്പോ നമ്മളെ സ്നേഹിക്കുന്ന മുത്തുമണികളാണ്. അപ്പോ അതൊക്കെ ഒരു സന്തോഷമാണ്. പിന്നെ നമ്മളവരെ വിളിക്കുന്നേ കേട്ടോ. ഒരുവിനൊക്കെ പറഞ്ഞു നമുക്ക് ഇപ്പൊ മൈനൊക്കെ എവിടെ ആവുന്നത്. അതിനൊക്കെ നമ്മളെ ഈ ചെറിയൊരു പായസമൊക്കെ അരിപ്പായസമല്ലേ മെയിന്. ഇത് വയ്ക്കല്ലേ അപ്പൊ നമ്മള് ഒന്നാം പാല്. അപ്പൊ നമ്മള് ഈ ഒന്നാം പാല് പാരുമ്പോ ഇത് ഓഫ് ആക്കണം, തീ ഓഫ് ആക്കണേ. അപ്പൊ മാഷാല്ലാ 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 ബിസ്മില്ലാ. നമ്മൾ ഒന്നാം പാല് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ വേറെ എന്തൊക്കെ? അപ്പോൾ ഒന്നാം പാല് പാർന്ന് ഇളക്കുകയാണ്. ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള പായസമാണ്. ആർക്കും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം. വളരെ ലളിതമായ രീതിയിൽ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. ഒരു 1 കിലോ ശർക്കര. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിക്ക് തേങ്ങാക്കൊത്ത് എണ്ണയിൽ മുട്ടിച്ചിടാം. നെയ്യ് ലേശം 2 സ്പൂൺ നെയ്യൊക്കെ മുട്ടിച്ചിടാം. അതൊരു വേറെ ഫ്ലേവറും കൂടി. ഞാൻ വല്ല റിസ്ക് എടുക്കട്ടെ. അണ്ടിയും മുന്തിരിയും പിന്നെ അത് ഇട്ടാൽ ഞാൻ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരും. ഇവരാരും അത് കഴിക്കൂല. അതുകൊണ്ട് നമ്മൾ തീ ഓഫാണ് കേട്ടോ. തീ ഓഫാക്കിയിട്ടുണ്ട്. തീ ഓഫാക്കാതെ നമുക്ക് ഒന്നാം പാല് പറഞ്ഞാൽ തീ വർക്ക് ചെയ്യാൻ പാടില്ല. സാധനം പിരിയും കേട്ടോ. അങ്ങനെ പിരിഞ്ഞ പായസങ്ങൾ നമ്മൾ കുറെ കുടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോ അണ്ടി മുന്തിരി നമുക്ക് എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ. ഇവർക്കാർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടില്ല. കുഞ്ഞേ അപ്പൊ ഗൈസ് മുത്തുമണികളെ, അപ്പോ ഇന്ന് അടുക്കള വീഡിയോസ്, വീണ്ടും ഞങ്ങളുടെ അടുക്കള വീഡിയോസ്. പിന്നെ നമ്മളെന്നും അടുക്കള വീഡിയോസ് ആണ് ചെയ്യുന്നല്ലേ കാര്യമായിട്ട്. നമുക്ക് ഈ യാത്രാ വൈബൊക്കെ ഉണ്ടാവും. ബേബി രംഗത്തേക്ക് ഇറങ്ങിയാൽ യാത്രയൊക്കെ ഉണ്ടാവും ഇൻഷാ അള്ളാ. ഇനി ഞങ്ങളൊരു യാത്ര പോകുന്നുണ്ട് കേട്ടോ 22-ാം തീയതി. ബേബിനെയും കുട്ടികളെയും കൊണ്ടാവും. ഞാനും പെണ്ണും ഒറ്റക്ക് യാത്ര പോകുന്നുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ വരും. ബേബി എങ്ങനെയുണ്ട്? സാമ്പിൾ നോക്കും. ബേബി ഇവിടുത്തെ അമ്മായി ഉണ്ടോ? അമ്മായിമ്മയാണ്. ടേസ്റ്റ് ചെയ്യാൻ വന്നിക്കാണ്. ഞങ്ങളെ ഭരിക്കണ ആളാ. എന്ത് മനസ്സിലാവും? എന്ത് മനസ്സിലാവും? അപ്പൊ കേടുന്ന സാധനം ഓക്ക് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കുക. അപ്പോൾ കേടുന്നാണെന്ന് പറയും. അതെ, കേടുവന്ന സാധനം ബേബിക്കൊന്നും ടേസ്റ്റ് ചെയ്യാൻ കൊടുത്താൽ അപ്പൊ ബേബി വരെ കേടുന്നൊക്കെ ഉണ്ടോ എന്ന് പറയും. പിന്നെ കൊണ്ടിപ്പോ ഒന്ന് തെറ്റിക്കണം ഇവിടെ. അപ്പൊ ബേബിക്ക് എങ്ങനെ വെച്ചാലേ എന്ത് ഫുഡ് കൊടുത്താലും അത് ഒരു നമ്മൾ പറയല്ലേ, നമ്മളെ ഈ ഫുഡ് ഇൻസ്പെക്ടർമാരെ മാറി കേട്ടോ. ബേബി ഓക്കെ അത് പെട്ടെന്ന് കിട്ടും. ചുമ്മാ പറഞ്ഞാൽ എൻ്റെ കുട്ടിക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഓള് അത് ഒക്കെ അതിന്റെ ടേസ്റ്റ് അങ്ങനെയൊക്കെയാണ്, പെട്ടെന്ന് കിട്ടും. ഫ്രഷ് അല്ലെങ്കിൽ ഫ്രഷ് അല്ലെന്ന് പറയും. അപ്പൊ നമുക്ക് കുറച്ച് അത്യാവശ്യമായിട്ട് പെട്ടെന്ന് കുടിക്കാൻ വേണ്ടിട്ട് കുറച്ച് സാധനം നമ്മൾ അത് എനിക്ക് വേണ്ടി മാറ്റി വെച്ചോട്ടോ. ഇനി ഓർക്ക് അണ്ടി മുന്തിരി ഇടും. പക്ഷെ ആ അണ്ടി മുന്തിരി ഇതിന്റെ അടിയിലുണ്ടാവും. അത് ഞാൻ കഴിക്കും. അപ്പൊ അപ്പൊ അതന്നെ നിങ്ങൾ എനിക്ക് തരാതിരിക്കാൻ വേണ്ടി എത്തിക്കിടാത്തത്. ആർക്ക് വേണ്ടി മാറ്റിച്ചാ? ഇനി എന്താണ് നമ്മൾ ഉണ്ടാക്കണേ? തേങ്ങാ കൊത്ത് ഉണ്ടാക്കാൻ പോട്ടോ. ബേബി ഒന്ന് ടേസ്റ്റ് നോക്കട്ടെ. തേങ്ങാ കൊത്തിട്ടിട്ടില്ലേ ഗായ്സ്? തേങ്ങാ കൊത്തില്ലാത്ത പായസം എനിക്ക് പറ്റൂല ഗായ്സ്.
തേങ്ങാക്കൊത്തില്ല കേട്ടോ നമുക്ക്. അല്ല ഞാൻ തേങ്ങാക്കൊത്തില്ല എന്ന് പറഞ്ഞാൽ നെയ്യ് തരാൻ പറ്റൂല എന്ന് പോലും പറയണേ. ഞാൻ കണ്ടമാനം നെയ്യ് അല്ലെങ്കിൽ തന്നെ തിന്നണില്ല എന്ന് പറയണത്. ഇത് തേങ്ങാപ്പാലുള്ളതാണ്. തേങ്ങാപ്പാലുണ്ട് കേട്ടോ, പക്ഷെ അതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾ കൂടി കുടിക്കണ്ടേ. എല്ലാവരും പറയുന്നതല്ല, ഒരാൾക്കും വേണ്ടിട്ടല്ലല്ലോ നമ്മൾ ജീവിച്ചത്. അല്ലേ? നമുക്ക് വേണ്ടിട്ടല്ലേ. ഞാൻ എനിക്കും വേണ്ടിയിട്ട് ജീവിച്ചത്. അതന്നെയാണ്. അല്ല, ഞാൻ ഇപ്പൊ ജീവിച്ചത് നിങ്ങൾക്കും വേണ്ടിയിട്ടാണ്. ഇതൊന്നും തിന്നോണ്ടന്നല്ല ഇതൊന്നും ഉണ്ടാകുന്നത്. അല്ലടി, ഇത് തിന്നിട്ടൊന്നും അല്ലേ. ഞാനിപ്പോ ഇന്ന് പല ആളുകളോടും കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചപ്പോൾ ഓരോരുത്തർ പറയണം, പൊന്നാരി ചങ്ങായി എല്ലാവർക്കും ഉണ്ട് ഈ സാധനം, ഇതില്ലാത്തൊരു മനുഷ്യനില്ല. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇത് 92% ആളുകൾക്കും ബ്ലോക്ക് ഉണ്ടെന്നാണ് കേട്ടോ. 92% ആളുകൾക്കും ബ്ലോക്ക് ഉണ്ട്. അടുത്തത് നമ്മൾ വീഡിയോസിൽ വരുന്നത് എൻ്റെ പെണ്ണുൻ്റെയും പ്രേമകഥ പറഞ്ഞു. ഇനി ബേബിന്റെ പ്രണയകഥയെ കുറിച്ച് പറയൂ സാറ്. ഞങ്ങൾ തെറ്റുകൾ ചെയ്യാതെ തെറ്റുകൾ ചെയ്തു എന്നുള്ള ഖ്യാതികൾ നേടിയ ആളുകളാണ്, ഖ്യാതികൾ സമ്പാദിച്ച വ്യക്തികളാണ് ഞാനും ബേബിയൊക്കെ. അല്ലേ ബേബിയെ? ഓക്കെ, വളരെ നന്നായി. പിന്നെ വേറെ എന്താണുള്ളത്? ഞാൻ വില്ലനാണ്, ഗുണ്ടയാണ്, അങ്ങനെ കാര്യം പറച്ചില്ല. പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ എല്ലാവർക്കും. അത് എന്നും എൻ്റെ തലയ്ക്ക് വലിയൊരു അലങ്കാരമായി ഞാൻ കൊണ്ട് കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ മൊട്ടടിക്കണത്, മുടി വളർത്താത്തത്. എന്നാൽ ഗുണ്ടയുടെ ലുക്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെ ഗുണ്ടയായിട്ട് കാണുന്ന എല്ലാ മുത്തുമണികൾക്കും എൻ്റെ നമസ്കാരം, ഒരു ബിഗ് സല്യൂട്ട്. പിന്നെ വേറെന്താ വേണോ? അപ്പോൾ തേങ്ങ വെട്ടാണ് ഇവിടെ. ഓക്കെ, കുറച്ച് നെയ്യിൽ നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം. ആരാണ് വരുന്നത്? നമ്മുടെ ചങ്കും കൊല്ലിയും വന്നിരിക്കണം ഗൈസ്. ഗൈസ്, നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ പായസത്തിന് ആളുകൾ ഇപ്പോൾ എത്തുന്നു. നമ്മൾ പായസം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല, മണം പിടിച്ച് വന്നു ഗൈസ്. കണ്ടോ, മണം പിടിച്ച് പായസത്തിന് നമ്മളെ ചങ്കെത്തിക്കണേ. അവിടെ ഇരുന്നോ. അപ്പോൾ നമ്മളിഞ്ഞ് തേങ്ങ വറുത്തങ്ങിട്ടാൽ അടിപൊളിയായി. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിരിക്കും. പായസമൊക്കെ റെഡിയല്ലേ? ഇപ്പം നമ്മളെ ചങ്കൊന്ന് ഇളക്കിക്കോട്ടെ പായസം. അതിന് ഇങ്ങനെ ഇരുന്ന് കുടിച്ചല്ലോ. ഇപ്പം ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങാണ്ടേ, ഇതൊക്കെ ആൾക്കാർ എത്തോടാ ടൈമിൽ. ഗായ്സ്, അപ്പം നമ്മളെ തേങ്ങ കൊത്തിട്ടിട്ടുണ്ട് കേട്ടോ. എന്നോ പറയൂ മുത്തേ. കണ്ടോ, ഞങ്ങൾ വെറുതെ പറഞ്ഞല്ല. എന്ത് പറഞ്ഞല്ല? ഇപ്പൊ നമ്മളല്ലേ പായസം ഉണ്ടാക്കുമ്പോ ആരെങ്കിലും വരും, പറയാതെ ഇവിടെ വളർത്തി. ഞങ്ങള് ആരും അറിയിച്ചിട്ടില്ല, പായസം ഉണ്ടാക്കി കഴിഞ്ഞിട്ടില്ല, പൂർത്തിയായിട്ടില്ല. അപ്പോഴേക്കും ഇതിന് അവകാശികൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, നമ്മളെ ചങ്കള. അങ്ങനെ നമുക്ക് വേറെ ആൾക്കാർ വരാൻ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. പോയി കുടിച്ചോളൂ. അപ്പൊ ഗൈസ്, നമുക്ക് കഴിക്കാനുള്ള, എനിക്കും ചങ്കനും കഴിക്കാനുള്ളത് കുപ്പിയിലാക്കുകയാണ്, അല്ല പാട്ടയിലാക്കുകയാണ്. അപ്പൊ ഗൈസ്, നമ്മുടെ പാട്ടയിൽ പായസം ഉണ്ട്. അപ്പോൾ ഇവിടെ ഗ്ലാസ്സിൽ ഒഴിച്ചു രണ്ടാളും ഇതാണ് കുടിക്കണേ. നമ്മളെ ചങ്ക് വന്നിട്ടുണ്ട്. പായസത്തിന്റെ മണം ഇവിടുന്ന് 1.5 കിലോമീറ്റർ മാമ്പഴൊക്കെ അടിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആളിങ്ങനെ വരുന്നുണ്ട്. സത്യത്തിൽ ഞാൻ വിളിച്ചിട്ടില്ല, ഞങ്ങൾ ആരും വിളിച്ചില്ല. വിളിച്ചിട്ടുണ്ടോ? ആരെയും വിളിച്ചിട്ടില്ല കേട്ടോ. അത് നമ്മൾ പറഞ്ഞില്ലേ, ഇതിന്റെ ഇവിടെ ആളെത്തുന്നു. ഇവിടുന്ന് തിരിഞ്ഞപ്പോഴാണ് വിളിച്ചത്. തിരിഞ്ഞപ്പോൾ വിളിച്ചു പായസം മാഷാല്ലാ, അടിപൊളി. ഇതൊക്കെ വേറെ ഒന്നും ഇട്ടുങ്ങളെ തേങ്ങാപ്പാൽ മാത്രമേ ഉള്ളൂ. അത് ഫുൾ തേങ്ങാപ്പാലാവണല്ലേ ടേസ്റ്റ്. കുലാവി മാറിയല്ല അല്ലേ? ഓണപ്പായസത്തിന്റെ രസമല്ലേ? നമ്മളെ കുലാവി അല്ല കേട്ടോ. ഇത് കണക്കൂലേ കച്ചവടം വെച്ച് ഇപ്പോൾ അല്ലേ? 2-3 ഐറ്റം കുറേശ്ശെ ഉണ്ടാക്കുക. ഗൈസ്, നമ്മൾ പുതിയ ബിസിനസ് പ്ലാനിങ്ങിലാണ് ഇപ്പോൾ. ബിരിയാണി, പായസം. അപ്പോൾ ഗൈസ്, പായസം അടിപൊളി കേട്ടോ. നമ്മളെ സാധാ കുലാവി അല്ല, ഒരു പാൽപ്പായസം തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഒരു ഗുമ്മി ഞാൻ കണ്ടത് കേട്ടോ. സാധാരണ നമ്മൾ കുലാവിയാണ് ഉദ്ദേശിക്കല് ഗോതമ്പം കൊണ്ട്. വെറും ഗോതമ്പം മാത്രം. കുറച്ച് അരി ഉണ്ടാവും ഇതിൽ, നുറുക്കരി, കുറച്ച് നുറുക്കരി ഇവിടെ കൂട്ടിട്ടോ. ഗായ്സ്, അങ്ങനെ നമ്മുടെ പായസം. എൻ്റെ അഭിപ്രായത്തിൽ പായസം ഇതുണ്ടാക്കിയാണ്. ഇത് ഞാനുണ്ടാക്കുമ്പോഴല്ലേ, നിങ്ങളല്ലേ പറയേണ്ടത്. യെസ്. അപ്പോൾ ഗൈസ്, ഞാൻ തന്നെ പറയാം. പെണ്ണൂസിന് അതൊരു സുഖം കിട്ടില്ല. അപ്പോൾ ഞാൻ പറയാം. അടിപൊളി.
ഒരു കല്യാണ പായസം മുകളിലല്ലേ അല്ലേ? നമ്മൾ സദ്യക്ക് പോയിട്ട് പായസം കിട്ടില്ലേ കല്യാണത്തിനൊക്കെ, അതിൻ്റെ ഒരു ഫീൽ ഉണ്ട് എന്തായാലും. അടിപൊളി മാഷാ. അപ്പോൾ നമ്മളെ വളരെ തുച്ഛമായ രീതിയിൽ വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കിയത്. ശർക്കര, കുറച്ച് ശർക്കര, കുറച്ച് തേങ്ങാപ്പാൽ, പിന്നെ ചെറിയ ജീരകം, ഏലക്കായ്, ശർക്കര, അരി, നുറുക്കരി കുറച്ച്, വളരെ കുറച്ച്, ഇല്ലെങ്കിൽ ഉഷാറാണ് അല്ലേ. പിന്നെ നുറുക്കോതുമ്പോ സിമ്പിളായിട്ട് ആർക്കും എവിടെ ഉണ്ടാക്കാം, എപ്പോഴും ഉണ്ടാക്കാം, വളരെ ലേറ്റ് ആയിട്ട്. ബേബി പിന്നെ കഴിക്കാൻ മാത്രമേ ഉണ്ടാക്കാം, പിന്നൊക്കെ ഞങ്ങൾ തന്നെ. അതെ, നല്ല തിക്കായിട്ട് നല്ല അടിപൊളി തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട്, വേറെ പാലൊന്നും ഇല്ല, പാൽപ്പൊടി ഇല്ല. തണുത്തിട്ടല്ലേ അടിപൊളിയായിട്ട് ചൂട് കൊടുക്കാൻ കുടിച്ചണം. യെസ്. പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? ഇനി എന്താണ് ഇതിന് നിനക്ക് പറയാനുള്ളത് ബേബി? എനിക്കെന്തെങ്കിലും പറയാനോ? അയ്യ, അല്ലെങ്കിലും നമ്മളെ പുഷ്പാണതേ, കുഷ്പു നമ്മളെ കുഷ്പു അരിമണലില് പണ്ടൊരു കുഷ്പുണ്ടായിരുന്നു. ആ കുഷ്പ എങ്ങനെയെന്ന് പറയുന്നത് കയ്യുമ്പോ പാവം മരിച്ചു പോയിട്ടോ, ഒരു കുഷ്പ ചേച്ചി, അതിന് ചെറിയൊരു അസുഖമൊക്കെ ഉണ്ടായിരുന്നു, പാവമായിരുന്നു കേട്ടോ. അല്ല, അതിനെ കുഷ്പു ഞങ്ങളൊക്കെ വിളിച്ചിരുന്നത് അന്ന്. അപ്പോൾ മൂപ്പത്തിയാറ് എങ്ങനെയാന്ന് വെച്ചാല് പിന്നെ കയ്യുമ നിറച്ച് വള, ആ കല്ലുമാല അല്ലേ, ഇത് കണ്ടില്ലേ അതിന് റോഡ് കൂടെ ഒക്കെ ഇങ്ങനെ വെള്ളമടിച്ച് ആ കലമ്പാക്കി ഈ വെള്ളം അതിന് ആൾക്കാർ കൊടുക്കരുത്, ഓരോരുത്തർ കൊടുത്ത് ആ വെള്ളം അടിച്ചത്. അപ്പൊ അന്ന് ഞങ്ങൾ കുഷ്പു വിളിച്ചപ്പോൾ പെണ്ണൂര് കയറിയിരുന്നു. മൂപ്പത്തിയാരെ കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് കുഷ്പു. അപ്പൊ കമന്റിൽ ഇപ്പൊ ആൾക്കാർ പറഞ്ഞു വീണ്ടും ഞങ്ങൾ കുഷ്പു ആക്കി മാറ്റി. അപ്പൊ അങ്ങനെ ഉണ്ടോ നമ്മളെ കുഷ്പു നമ്മളെ കൂടെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല, അൽഹംദുലില്ലാ. അപ്പൊ ഒന്ന് ഇടയ്ക്കൊരു അടിയൊക്കെ ഉണ്ടായി, അത് പായസം എടുക്കുന്നില്ലേ, ഞാനല്ല ആള് അടി ഉണ്ടാവില്ലേ അല്ലേ? അപ്പൊ ഓക്കെ, ഞാൻ ചീത്തായിരുന്നു. വീഡിയോ എടുക്കുമ്പോൾ മട്ടത്തിൽ എടുക്കാത്തതുകൊണ്ട് ചീത്തായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടു, അല്ലാതായിരുന്നു. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ ഇൻഷാ അല്ലാ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, കൂടെ ഓക്കെ. സബ് ചെയ്യാത്തവരൊക്കെ ചെയ്യാട്ടോ, സപ്പോർട്ട് ചെയ്യട്ടോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തങ്ങളുണ്ടെങ്കിൽ വീണ്ടും പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാൻ ആളുകളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തി വെക്കുക. ഇതിന്റെ കുട്ടിയാണ്, വീണ്ടും പറയുന്നു ഇതിന്റെ ഭാര്യയല്ല, വീണ്ടും പറയുന്നു പെണ്ണു അതെന്റെ മോളാണ്, എന്റെ ഭാര്യയല്ല എന്ന് വീണ്ടും പറയുന്നു. എന്റെ ഭാര്യ പുഷ്പ ഉണ്ടോ, വേറെ ആരുമല്ല. ഓക്കെ ഗൈസ്, ഓക്കെ സപ്പോർട്ട്.